ഈ വീഡിയോയിൽ നമ്മൾ ഈ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് നോക്കുന്നത്. അതിൽ IAEA ഇറാനിൽ പോയിട്ട്, അതായത് ഇൻ്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി ഇറാനിൽ പോയിട്ട് പുതിയൊരു കോലാഹലം സൃഷ്ടിച്ചിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് 2-3 ദിവസങ്ങളിൽ ആ ഒരു വിഷയം വൻതോതിൽ ചർച്ചയാകാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. അവർ പറഞ്ഞിരിക്കുന്നത് ഇറാനിൽ ആണവായുധത്തിന് തയ്യാറായിട്ടുള്ള എല്ലാ സാമഗ്രികളും ഉണ്ട് എന്നാണ് വിലയിരുത്തി ഉറപ്പുവരുത്തിയിരിക്കുന്നത്. IAEAയുടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിക്കും അമേരിക്ക, ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഒരു അപ്പർ ഹാൻഡ് കൊടുക്കുന്ന രീതിയിലാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. അതിനു മുന്നേ ഇസ്രായേലിൻ്റെ ഉള്ളിൽ നടക്കുന്ന ചെറിയ ഈ സീസ് ഫയറുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നോക്കി പോകേണ്ടതുണ്ട്. ഇസ്രായേലിൻ്റെ ഉള്ളിൽ സീസ് ഫയറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 13 നിർദ്ദേശങ്ങൾ അമേരിക്ക വെച്ചിട്ടുണ്ട്. അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്ന 13 നിർദ്ദേശങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കേണ്ടതുണ്ട്. അതുപോലെ അറബ് യൂണിറ്റ്, ഈ അറബ് സഖ്യത്തിൻ്റെ വിസിറ്റ് ഗാസയുമായിട്ടായാലും അതേപോലെ വെസ്റ്റ് ബാങ്കും സന്ദർശിക്കാനുള്ള ഒരു വിസിറ്റിൻ്റെ പ്രപ്പോസൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ അറബ് രാജ്യങ്ങളിൽപ്പെട്ട ചില പ്രത്യേക രാജ്യങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ്സ്, മുൻനിരയിൽ നിൽക്കുന്ന രാജ്യങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് തന്നെയാണ്. അതിൽ ഇൻക്ലൂഡിങ് സൗദി അറേബ്യ, UAE, ഈജിപ്റ്റ്, ഖത്താർ ഇങ്ങനെ ഉൾപ്പെടെയുള്ള മേജർ ആയിട്ടുള്ള എല്ലാ രാജ്യങ്ങളുടെയും റെപ്രസെൻറ്റേറ്റീവ്സ് അതിനകത്തുണ്ട്. ആ ടീമിനെയാണ് ഇസ്രായേൽ ഗാസയ്ക്കുള്ളിലായാലും ശരി, അതേപോലെ വെസ്റ്റ് ബാങ്കിലായാലും ഇപ്പം വിസിറ്റ് ചെയ്യേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ മേലുള്ള പ്രഷർ അത് അതിരൂക്ഷമായ നിലയിൽ മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ ഒരു വിഭാഗത്തിലുള്ള ആൾക്കാർ പറയുന്നത്, ഇസ്രായേലിൻ്റെ ഉള്ളിൽ തന്നെ മിലിറ്ററി എക്സ്പേർട്ടുകൾ പറയുന്നത്, ഇസ്രായേലിന് ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സീസ് ഫയർ പ്രപ്പോസൽ, അതായത് ഇറലവൻ്റ് ആയിട്ടുള്ള ഈ ഒരു സീസ് ഫയർ പ്രപ്പോസൽ ഇസ്രായേൽ ഏറ്റെടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇസ്രായേലിന് ഈ ഒരു സീസ് ഫയർ ഫുൾഫിൽ ചെയ്യേണ്ടതില്ല. അതിനകത്ത് ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ലൂപ്പ് ഹോൾസിലൂടെ ഇസ്രായേലിന് വേണ്ട രീതിയിൽ ബന്ദികളെയൊക്കെ മോചിതരാക്കി ഈ ഒരു സീസ് ഫയറിൽ നിന്നും പതിയെ പിൻവലിയാനുള്ള സാഹചര്യം ഇതിനകത്തുണ്ട്. ഈ ഒരു സീസ് ഫയറിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നാണ്, ഈ ഒരു കണ്ടീഷൻസ് വായിച്ചു നോക്കുമ്പോൾ ഉണ്ട് എന്നാണ് മിലിറ്ററി എക്സ്പേർട്ടുകൾ വിലയിരുത്തുന്നത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ഈ ഒരു 13 പോയിന്റ് ഈ സീസ് ഫയറിൽ എന്താണ് പറയുന്നത് എന്നുള്ളതിനെ നമുക്ക് ഒന്ന് നോക്കി പോവാം. ഒരുപാട് സീസ് ഫയറുകൾ നോക്കി മടുത്താണ് നമ്മൾ. ഇപ്പോൾ എന്തായാലും വീണ്ടും അടുത്തൊരു സീസ് ഫയർ പ്രപ്പോസൽ വരുന്ന സ്ഥിതിക്ക് എന്തായാലും അതും കൂടെ നമ്മൾ വിശകലനം ചെയ്ത് പോകുന്നത് നല്ലതാണ്. വരും ആഴ്ചകളിൽ ഈ ഒരു സീസ് ഫയറിനെ കുറിച്ചായിരിക്കും കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യമേ തന്നെ ഈ ഒരു സീസ് ഫയറിൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ബോത്ത് പാർട്ടീസ് ഈ ഒരു യുദ്ധം നിർത്തണം. 2 സൈഡിൽ നിന്നും ഒരു രീതിയിലുള്ള ആക്രമണങ്ങളും പാടില്ല. ഇതാണ് നമ്പർ 1 കണ്ടീഷൻ. നമ്പർ 2, രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് ബന്ദിമോചനമാണ്. ബന്ദിമോചനത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 58 പേരാണ് ഹമാസിന്റെ കസ്റ്റഡിയിൽ ഉള്ളതായിട്ട് പറയപ്പെടുന്നത്. ഇതിൽ എത്ര പേര് ജീവനോടെ ഉണ്ട്, എത്ര പേര് ഇതിനകത്ത് മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരം ഒന്നും പുറത്ത് ഇതുവരെ ഹമാസ് പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻ, 58 പേരിൽ ശരിക്കും 18 മൃതശരീരങ്ങളാണ് അവരുടെ പക്കലുള്ളത്. ഇതുവരെ ഹമാസ് ഇതിന് മുമ്പുള്ള സീസ് ഫയറിന്റെ സമയത്ത് കൺഫേം ചെയ്തിരുന്നത്. ഈ ഒരു 18 ബോഡീസ് തിരിച്ചു കിട്ടാനുള്ള ഒരു പ്രൊവിഷനും കൂടി ഈ ഒരു സീസ് ഫയർ ടേംസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ 50-50 ആയിട്ടാണ് പറഞ്ഞു വെക്കുന്നത്. അതായത് ഈ ഒരു സീസ് ഫയർ ഡീൽ ഒപ്പുവെച്ച ഫസ്റ്റ് ഡേ 1 50% റിലീസ് നടക്കും. ഈ 50% പറഞ്ഞാൽ ആദ്യഘട്ടത്തിൽ 10 പേരെ വിടുന്നു. അതേപോലെ ഈ ഒരു ജീവനറ്റ ശരീരങ്ങളായിട്ടുള്ളതിൽ പകുതി നമ്പേഴ്സിൽ പകുതി 50% റിലീസ് ചെയ്യും ഫസ്റ്റ് ഡേയിൽ. ഇതിലുപരിയായിട്ട് 7th ഡേയിൽ ബാക്കിയുള്ള 50% കൂടെ റിലീസ് ചെയ്യണം എന്നാണ് ഈ ഒരു കണ്ടീഷൻ പറയുന്നത്. പക്ഷേ അതിലുപരിയായിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരുപാട് നെഗോസിയേഷൻസ് പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് ഡേ ഒരു 50% റിലീസ് ആയി കഴിഞ്ഞാൽ 7th ഡേ റിലീസിൽ എത്തുന്നതിന് മുമ്പ്, അതായത് ബാക്കിയുള്ള ബന്ദികളെയും ബാക്കിയുള്ള മൃതശരീരങ്ങളെയൊക്കെ റിലീസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു നെഗോസിയേഷൻ പോയിന്റ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 7th ഡേയിൽ ഇത് പൂർണ്ണമായിട്ട് റിലീസ് ചെയ്ത് ഈ ഒരു ബന്ദിമോചനം കംപ്ലീറ്റ് ആയിട്ട് നടക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. അതൊക്കെയാണ് ഇതിനകത്തുള്ള ലൂപ്പ് ഹോൾസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് എയ്ഡ് സപ്ലൈ. യുണൈറ്റഡ് നേഷൻസ് നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള ആ തരത്തിലുള്ള ആ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള എയ്ഡ് സപ്ലൈ നടത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പം നിലവിൽ ഇസ്രായേൽ അവിടെ ഒരു എയ്ഡ് സപ്ലൈ വളരെ എഫക്റ്റീവായിട്ട് നടത്തുന്നുണ്ട്. അതിലേതാണ്ട് 2 ദിവസം വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇസ്രായേൽ ഈ ഒരു എയ്ഡ് സപ്ലൈ നടത്തിയിട്ടുണ്ട് ഗാസയ്ക്കുള്ളിൽ. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ഈ പഴയ എയ്ഡ് സിസ്റ്റം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക തകൃതിയായിട്ട് ശ്രമിക്കുന്നത്. അതായത് ഇതെല്ലാം തന്നെ ഈ ഒരു സീസ് ഫയർ എല്ലാം തന്നെ വരുന്നതിൻ്റെ പുറകിൽ അമേരിക്കയുടെ കറുത്ത കരങ്ങളുണ്ട്. എന്തായാലും അത് ഈ ഒരു എയ്ഡൻ അലക്സാണ്ടർ എന്ന് പറഞ്ഞ അമേരിക്കൻ പ്രജയെ റിലീസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഹമാസുമായിട്ട് അമേരിക്ക നടത്തിയ ബാക്ക്ഡോർ ചർച്ചയിലാണ് ഈ വിഷയങ്ങളൊക്കെ കിടക്കുന്നത്. ഹമാസിന് അമേരിക്ക കൊടുത്ത വാഗ്ദാനമാണ് ഇപ്പൊ ഈ സീസ് ഫയറിലേക്ക് അമേരിക്ക ഇസ്രായേലിനെ തള്ളിവിടുന്നത്. എപ്പോഴൊക്കെ ഇസ്രായേൽ വളരെ ശക്തിയായിട്ട് ഡോമിനേറ്റ് ചെയ്ത് വരുന്നുണ്ടോ അപ്പോഴൊക്കെ ഇതേപോലെ കുറച്ച് ആൾക്കാർ വന്നിട്ട് സീസ് ഫയർ ആണ്, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഈ ഒരു യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ഇസ്രായേലിന്റെ പൂർണ്ണ വിജയത്തിനെ തടയുന്ന രീതിയിലുള്ള പ്രവൃത്തികളിലേക്ക്
അമേരിക്ക ഉൾപ്പെടെയുള്ള ശക്തികൾ ഇടപെടുന്നതായിട്ട് നമുക്ക് പലപ്പോഴും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു നാലാമത്തെ പോയിന്റ് വളരെ ക്രൂഷ്യലാണ്. ഈ നാലാമത്തെ പോയിന്റ് പറയുന്നത് ഇസ്രായേൽ ഷുഡ് സ്റ്റോപ്പ് ഓൾ മിലിറ്ററി ആക്ടിവിറ്റീസ്. ഇസ്രായേൽ എല്ലാ മിലിറ്ററി ആക്ടിവിറ്റീസും നിർത്തിവെക്കണം എന്നാണ് പറയുന്നത്. ഇത് ഇസ്രായേൽ അംഗീകരിക്കുമോ എന്നുള്ളത് നമുക്ക് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നാലാമത്തെ എവറി ഡേ 12 hours ഏരിയൽ മൂവ്മെന്റ്സ് സ്റ്റോപ്പ് ചെയ്യണം. ഏരിയൽ മൂവ്മെന്റ്സ് ഉണ്ടാവാൻ പാടില്ല. ഏരിയൽ മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ആകാശ നിരീക്ഷണം, അതായത് ഫ്ലൈറ്റിൽ വന്നുള്ള ഒരു നിരീക്ഷണം, അതായത് നിരീക്ഷണം ഒഴിവാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള പോയിന്റും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതും നാലാമത്തെ പോയിന്റിൽ തന്നെ കൊള്ളിച്ചിരിക്കുന്ന ഒരു വിഷയമാണ്. അഞ്ചാമത്തെ പോയിന്റ് ഇസ്രായേൽ റീഡിപ്ലോയ്മെന്റ്. അഞ്ചാമത്തെ പോയിന്റ് ഇസ്രായേൽ റീഡിപ്ലോയ്മെന്റ് ആണ്. ഇസ്രായേലിന്റെ ട്രൂപ്പുകളെ ചില പ്രത്യേക ഏരിയാസിൽ റീഡിപ്ലോയ്മെന്റ് ചെയ്യാനുള്ള പെർമിഷൻ, ആ ഒരു പ്രൊവിഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. ഈ ഒരു പ്രൊവിഷനാണ് ആകെ കൂടെ ഇസ്രായേലിന് കുറച്ചൊരു അപ്പർ ഹാൻഡ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പ്രൊവിഷൻ. ഈ പ്രൊവിഷൻ ഹമാസ് അംഗീകരിക്കുമോ എന്നുള്ളതാണ് നമുക്കറിയാത്ത വിഷയം. ഹമാസ് ഇപ്പോൾ ഇതൊക്കെ വായിച്ചിട്ട് ഒരു പരിധി വരെയൊക്കെ ഓക്കെയാണ് എന്നുള്ള നിലയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇസ്രായേൽ ഇത് അംഗീകരിക്കുമോ എന്നുള്ളതാണ് ഹമാസ് ഡൗട്ട്ഫുള്ളി നോക്കിക്കാണുന്നത്. കാരണം ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർക്കും തന്നെ ലൂപ്പ് ഹോൾസ് വെച്ചിരിക്കുന്ന രീതിയിലാണ് ഈ ഒരു പ്രൊപ്പോസൽ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഡൗട്ട്ഫുൾ ആയിട്ട് തന്നെ നോക്കിക്കാണുന്നത്. കാരണം ഇതിന് മുമ്പുള്ള സീസ് ഫയർ ഇതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. ആ ഒരു സീസ് ഫയർ തന്നെ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെയാണ് ഈ ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉള്ള ഈ ഒരു സീസ് ഫയർ പ്രൊപ്പോസൽ. സ്റ്റീവ് വിറ്റ്കോഫ് ആണ് ഫുൾ ആൻഡ് ഫുൾ ഈ ഒരു സീസ് ഫയർ ഡ്രാഫ്റ്റ് ചെയ്തത്. അതിൻ്റെതായിട്ടുള്ള പോരായ്മകളും ഇതിനകത്ത് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇസ്രായേലിന്റെ റീഡിപ്ലോയ്മെന്റിലെ നോർത്തേൺ ഗാസ ഡേ 1 മുതലേ ഡിപ്ലോയ് ചെയ്യും. IDF അവിടെ ഡിപ്ലോയ്മെന്റ് നടത്തും ഡേ 1 മുതൽ. നെറ്റ്സറീം കോറിഡോറിലുള്ള റീഡിപ്ലോയ്മെന്റ് ഡേ 7 നടക്കും. നെറ്റ്സറീം കോറിഡോറിൽ IDFന്റെ ആ ഒരു സാന്നിധ്യം ഡേ 7. ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് വരുന്നുണ്ട്. ഈ ഗ്യാപ്പ് ഒക്കെ ഇസ്രായേൽ ഏത് രീതിയിൽ കൺസിഡർ ചെയ്ത് മാനേജ് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്ത വിഷയം. ഇതിനെക്കുറിച്ചുള്ള ഇസ്രായേലിന്റെ സൈഡിലുള്ള വിശദീകരണമോ റിപ്പോർട്ടോ സ്റ്റേറ്റസോ ഒന്നും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പം അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ ഒരു 13 പോയിന്റ്സ് മാത്രമാണ് നമുക്ക് ഇതിനകത്ത് നോക്കി പോകാൻ പറ്റുന്നത്. അതിലുപരിയായിട്ട് കൂടുതൽ നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇസ്രായേലിന്റെ സൈഡിൽ നിന്നും കൂടെയുള്ള റിപ്പോർട്ട് വരേണ്ടതുണ്ട്. ആറാമത്തെ പോയിന്റ് പറയുന്നത് നെഗോസിയേഷൻസ്, അതായത് പെർമനന്റ് സീസ് ഫയറിലേക്കുള്ള ഇത് ഫസ്റ്റ് ഫേസ് സീസ് ഫയർ എന്ന് പറയുന്നത് ടെമ്പററി സീസ് ഫയർ 60 ദിവസത്തേക്കാണ് പ്രൊപ്പോസ് ചെയ്യുന്നത്. 60 ദിവസത്തെ സീസ് ഫയർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡേ 1 മുതലേ പെർമനന്റ് സീസ് ഫയറിന് വേണ്ടിയിട്ട് നെഗോസിയേഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് മീഡിയേറ്റേഴ്സ് ആയിട്ട് കുറച്ച് രാജ്യങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ എഗ്രിമെന്റിനെ കുറിച്ചുള്ള പോയിന്റുകൾ ഡിസ്കസ് ചെയ്യാം. പെർമനന്റ് സീസ് ഫയറിലേക്ക് പോകുന്ന രീതിയിലുള്ള ബന്ദിമോചനത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ഇസ്രായേലിന്റെ സൈഡിൽ ബന്ദിയാക്കപ്പെട്ട് വെച്ചിരിക്കുന്ന പാലസ്തീനികളെ കുറിച്ച് ചർച്ച ചെയ്യാം. ഈ ഒരു ചർച്ച ഒരു പെർമനന്റ് സീസ് ഫയറിലേക്ക് നീളുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൗട്ട്ഫുൾ ആണ്. കാരണം ഇവിടെ ബന്ദിമോചനവും ഈ ഒരു മൃതശരീരങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു സീസ് ഫയറിൽ ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഡ്രാഫ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഏഴാമത്തെ പോയിന്റ് പ്രസിഡൻഷ്യൽ സപ്പോർട്ട് ഇതിനകത്ത് ഉണ്ടാവും. അതായത് ഇതിനകത്ത് എന്തെങ്കിലും പോയിന്റുകൾ കൂട്ടിച്ചേർക്കണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പോയിന്റുകൾ ഇതിനകത്ത് മാറ്റണം, എന്തെങ്കിലും പോയിന്റ് ഇതിനകത്ത് റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും പോയിന്റ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം എന്നുണ്ടെങ്കിലോ ഈ ഒരു സീസ് ഫയർ പ്രൊപ്പോസൽ ഡ്രാഫ്റ്റിന്റെ കസ്റ്റോഡിയൻ ആയിട്ട് വരുന്നത് ട്രംപ് ആണ്. ഡൊണാൾഡ് ട്രംപ് വിചാരിച്ചാൽ മാത്രമാണ് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ തിരുത്തലുകൾ വരുത്താൻ പറ്റുക എന്നുള്ളതാണ് ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. എട്ടാമത്തെ പോയിന്റ് ആണ് റിലീസ് ഓഫ് പാലസ്തീനിയൻസ്. അതായത് എത്ര പാലസ്തീനിയൻ പ്രിസണേഴ്സ് ഇസ്രായേലിന്റെ പക്കലുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തിക്കൊണ്ട് 180 മൃതശരീരങ്ങളാണ് ഇസ്രായേലിന്റെ പക്കലുള്ളത് പാലസ്തീനികളുടെ. അതിന്റെ റിലീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ എട്ടാമത്തെ പോയിന്റിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഒൻപതാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ 10 ദിവസത്തിനുള്ളിൽ ഈ സീസ് ഫയർ പ്രൊപ്പോസ് ചെയ്ത 10 ദിവസത്തിനുള്ളിൽ ഹമാസിന്റെ സൈഡിൽ എത്ര ബന്ദികൾ റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ അത് ഒഴിവാക്കിക്കൊണ്ട്, ഇസ്രായേലിന്റെ സൈഡിൽ നിന്ന് എത്ര ബന്ദികൾ റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ള ബന്ദികളുടെ കംപ്ലീറ്റ് മെഡിക്കൽ ഫിറ്റ്നസ് റിപ്പോർട്ട് രണ്ട് രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറണം. ഇതാണ് പറഞ്ഞു വെക്കുന്നത്. 10ാമത്തെ ദിവസം ഇപ്പൊ തന്നെ നമുക്ക് ഇതിനകത്തൊരു കോൺട്രഡിക്ഷൻ ഉണ്ട്. കാരണം 7ാമത്തെ ദിവസം 50% റിലീസ് ചെയ്യണം എന്ന് പറഞ്ഞ് ആ ഒരു ബന്ദിമോചനം ഉറപ്പുവരുത്തുന്ന ഇതേ ഡ്രാഫ്റ്റ് തന്നെയാണ് പറയുന്നത് 10ാമത്തെ ദിവസം ഈ ഒരു മെഡിക്കൽ ഫിറ്റ്നസുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡ് രേഖകൾ കൈമാറണം എന്ന് പറയുന്നത്. അപ്പോൾ അപ്പോഴും അവർക്ക് ബന്ദികളെ കയ്യിൽ വെക്കാനുള്ള ഒരു പ്രൊവിഷൻ ഈ സീസ് ഫയർ ഡീൽ കൊടുക്കുന്നുണ്ട്. ആ രീതിയിലുള്ള ലൂപ്പ് ഹോളൊക്കെ ഇതിനകത്ത് ബാക്ക് ആൻഡ് ഫോർത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. 10ാമത്തെ പോയിന്റ് സൂചിപ്പിക്കുന്നത് ഈ 60 ദിവസത്തെ ടെമ്പററി സീസ് ഫയറിൽ ഒറ്റ ബന്ദികളും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഉണ്ടാവാൻ പാടില്ല. നോ വൺ ഇൻ ക്യാപ്റ്റീവ്, അതാണ് ഇതിനകത്ത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളിൽ, തീവ്രവാദ വിഷയങ്ങളിലൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ട പാലസ്തീനികളുണ്ട് ഇസ്രായേലിന്റെ ജയിലിൽ. ഇവരെക്കുറിച്ച് ഇതിനകത്ത് വളരെ വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ദിമോചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ ഉള്ളിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ തീവ്രവാദ പ്രവർത്തനം ചെയ്ത് അറസ്റ്റിലായ അറബുകൾ കുറേ ഉണ്ട്.
അപ്പോൾ അവരെയൊക്കെ ഏത് വകുപ്പിൽ പെടുത്തും എന്നുള്ളതിനെ കുറിച്ച് ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല. ഇതിന്റെ മീഡിയേറ്റർ ആയിട്ട് വരുന്നത് അമേരിക്ക, ഖത്താർ, ഈജിപ്റ്റ്, ഈ 3 രാജ്യങ്ങളാണ് ഇതിനകത്ത് മീഡിയേറ്റർ ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ രാജ്യങ്ങളുടെ റെപ്രസെന്റേറ്റീവ്സും ഇതിനകത്ത് ഉണ്ടാവും. അവരുടെയും കൂടെ സാന്നിധ്യത്തിലാണ് ഈ പോളിസീസ് ഒക്കെ കറക്റ്റായിട്ട് പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 3 രാജ്യങ്ങളുടെയും റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടാവും. പ്രധാനമായിട്ട് ഗാസയിൽ ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. 12ാമത്തെ പോയിന്റ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് സ്റ്റീവ് വിറ്റ്കോഫ് ആണ്. അതായത് ഡയറക്റ്റ് ആയിട്ട് ട്രംപിനെയോ അല്ലെങ്കിൽ ഖത്താർ ഡയറക്റ്റ് ട്രംപിനെ പോയി കാണുക, അല്ലാതെ ഇസ്രായേൽ ഡയറക്റ്റ് ട്രംപിനെ പോയി കാണുക, ഈ പരിപാടികളൊന്നുമില്ല. ഇതിനകത്ത് കൃത്യമായിട്ട് ഈ മീഡിയേറ്റേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഈ മീഡിയേറ്റേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വിഷയം സ്റ്റീവ് വിറ്റ്കോഫ് ആണ് പിന്നീട് ഇത് അമേരിക്കയിലോട്ട് അഥവാ ട്രംപിന്റെ ചെവിയിലോട്ട് കൺവേ ചെയ്യേണ്ട വ്യക്തി. ആ രീതിയിലായിരിക്കും കാര്യങ്ങൾ. അപ്പോൾ കൃത്യമായിട്ട് ഒരു ഹൈറാർക്കി വെച്ച് പോകുന്നുണ്ട്, അല്ലാതെ ഓപ്പൺ ഡോർ പോളിസി അല്ല. ആ രീതിയിലാണ് കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. പോയിന്റ്സ്, ഈ 12ാമത്തെ പോയിന്റ്സ് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നും വളരെ ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്ത്, അതായത് ഏത് രീതിയിൽ സ്റ്റെപ്പ് ഇൻ ചെയ്യണം എന്ന് വരെ എഴുതി ചേർത്തതായിട്ട് ആ ഒരു ക്ലോസ് വരെ വിട്ടുപോകാത്ത രീതിയിൽ ഇതിനകത്ത് മെൻഷൻ ചെയ്തതായിട്ട് നമുക്ക് തോന്നും. പക്ഷെ പ്രധാനപ്പെട്ട പോയിന്റ് എല്ലാം ഇതിനകത്ത് വിട്ടുപോയിട്ടുണ്ട്. 13ാമത്തെ പോയിന്റ് ആയിട്ട് അവർ പറയുന്നത്, ഈ പെർമനന്റ് സീസ് ഫയർ അഥവാ രൂപപ്പെട്ടു വന്നു കഴിഞ്ഞാൽ 60 ദിവസം കഴിഞ്ഞ് പെർമനന്റ് സീസ് ഫയറിലേക്ക് ഇസ്രായേൽ ഗാസ ഇങ്ങനെ മുന്നോട്ട് നീങ്ങുന്നുവെങ്കിൽ ആ ഒരു പ്രഖ്യാപനം നടത്തുന്നത് ഡൊണാൾഡ് ട്രംപ് ആയിരിക്കും. അല്ലാതെ ഇസ്രായേലോ ഗാസയോ ഹമാസോ ഒന്നും തന്നെ ഈ ഒരു പ്രഖ്യാപനം നടത്താൻ പാടില്ല. ഡൊണാൾഡ് ട്രംപ് ആധികാരികമായിട്ട് അറിയിക്കും സീസ് ഫയർ, പെർമനന്റ് സീസ് ഫയർ കൊണ്ടുവരുന്നു, യുദ്ധം അവസാനിച്ചു എന്നുള്ളൊരു ആ ഒരു പ്രഖ്യാപനം നടത്തേണ്ട ആ ഒരു റൈറ്റ്സ് ഡൊണാൾഡ് ട്രംപിനാണെന്നുള്ളത് ഈ ക്ലോസ് ആയിട്ട് തന്നെ എഴുതി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മനസ്സിലായല്ലോ, ഇത് ഫുൾ ആൻഡ് ഫുൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സീസ് ഫയർ ഡീൽ എന്നും ഇത് ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതിന്റെ നാച്ചർ എന്താണെന്നുള്ളതും ഇതിൻ്റെ ഒരു ക്രെഡിറ്റ് ആർക്ക് പോകണം എന്നുള്ളതും എല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് ഈ ഒരു സീസ് ഫയർ ഡീലിൽ വളരെ വ്യക്തമായിട്ട് ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ ഞാനൊന്നും പറയേണ്ടതില്ല. എന്നാലും ഞാൻ ഒരു പോയിന്റ് പറഞ്ഞു പോവാം. ഇതിനകത്ത് റീബിൽഡ് ഗാസ എന്നതിനെ കുറിച്ച് ഒരു പോയിന്റ് ഇതിനകത്ത് പറയുന്നില്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. പിന്നെ ഗാസ പെർമനന്റ് സീസ് ഫയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ആരാണ് ഗാസയെ ഗവൺ ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഗാസയിലെ റൂളിംഗ് അതോറിറ്റി ആരായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഗാസയിൽ ഇലക്ഷൻ നടക്കുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഹമാസ് ഗാസയിൽ നിന്നും ഒഴിഞ്ഞു പോകുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് ഒന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. ഹമാസ് ഡീമിലിറ്ററൈസ് ചെയ്യുമോ എന്നതിനെ കുറിച്ചും പറഞ്ഞിട്ടില്ല. എന്താണ് പാലസ്തീനികളുടെ ഫ്യൂച്ചർ എന്താണെന്നതിനെ കുറിച്ചും പറഞ്ഞിട്ടില്ല. ഗാസ ഏത് രീതിയിലാണ് മുന്നോട്ട് ചലിക്കേണ്ടത്, അവിടുത്തെ ഒരു സിസ്റ്റം, അവർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അതേപോലത്തെ അവരുടെ ഫ്യൂച്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ, അവർക്ക് ജീവിത നിലവാരം എങ്ങനെ മെച്ചപ്പെടുത്തണം, അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്നും ഈ ഒരു ഹേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളൊക്കെ എടുത്ത് മാറ്റുമോ, ഇതിനെക്കുറിച്ചൊന്നും യാതൊരുവിധ ഡീപ്പ് റിസർച്ചോ ഒന്നും തന്നെ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ബ്ലൈൻഡ് ആയിട്ട് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഒറ്റ നോട്ടത്തിൽ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നത്, ഈ ബന്ദികളെ അങ്ങോട്ട് കൊണ്ട് കൈമാറുക, ആ ഒരു സാഹചര്യത്തിന് ഈ ഒരു സീസ് ഫയർ ഡീല് വഴിയൊരുക്കും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. മൊത്തത്തിൽ ഇത് മാത്രമാണ് അതിന്റെ വിഷയം. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് യുദ്ധം നിന്ന് കഴിഞ്ഞാൽ ആ ഒരു ക്രെഡിറ്റ് ഡൊണാൾഡ് ട്രംപിന് കിട്ടുകയും ചെയ്യണം. ഇതാണ് ഈ ഒരു ഡീലിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു സീസ് ഫയർ ഡീല് ഹമാസിന് അമേരിക്ക കൊടുത്ത ഒരു വാഗ്ദാനമാണ്. അതായത് ഈ എയ്ഡൻ അലക്സാണ്ടർ എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ പൗരനെ ഹമാസ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു ബാക്ക്ഡോർ ചർച്ചയിൽ അമേരിക്ക ഹമാസിന് കൊടുത്ത വാഗ്ദാനമാണ് ഈ സീസ് ഫയർ പ്രൊപ്പോസൽ. അതിനെയാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ തലയിൽ വെച്ചിട്ട് ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഇത് നടപ്പിലാക്കും എന്ന് പറഞ്ഞുകൊണ്ട്. ഇസ്രായേൽ ഇതിന്റെ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല. ഹമാസ് ഒരു പരിധി വരെ ഇതിനകത്ത് ഓക്കെയാണ്. കാരണം ഹമാസിന് ഇപ്പം നിക്കക്കള്ളി ഇല്ലാത്ത അവസ്ഥയാണ്. ഏത് രീതിയിൽ മുന്നോട്ട് സർവൈവ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ഒരു കച്ചിത്തുമ്പ് കിട്ടുമോ എന്നുള്ള രീതിയിൽ നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഹമാസ്. ഈ ഒരു സാഹചര്യത്തിൽ ഹമാസ് എന്ത് കണ്ടീഷനും ഓക്കെയാണ്. അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഇത് ഓക്കെയാണ്, പക്ഷേ ഇസ്രായേൽ ഇത് അംഗീകരിക്കുമോ എന്നുള്ളതാണ് അവർ നോക്കി നിൽക്കുന്നതായിട്ട് പറയുന്നത്. അതൊരു സൈഡിൽ നിൽക്കേ. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് വരാം. അതായത് ഇറാൻ 9 ന്യൂക്ലിയർ ആയുധങ്ങൾ നിർമ്മിക്കാൻ ശേഷിയുള്ള തരത്തിലുള്ള യുറേനിയം എൻറിച്ച്മെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് IAEA ഇന്ന് പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുന്നത്. അവർ ശരിക്കും ഈ ഒരു ന്യൂക്ലിയർ പ്ലാന്റുകൾ, ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഒക്കെ എങ്ങനെ പ്രവർത്തിക്കുന്നു, ഇവരുടെ യുറേനിയം എൻറിച്ച്മെന്റ് ഒക്കെ ഏത് ലെവൽ വരെ ആയി എന്നൊക്കെ ജസ്റ്റ് ഒന്ന് മോണിറ്റർ ചെയ്യാൻ വേണ്ടി പോയതാണെന്നാണ് പറയുന്നത്. പക്ഷെ അവർക്ക് അവിടെ കണ്ടെത്താൻ കഴിഞ്ഞത് 60% എൻറിച്ച്ഡ് ചെയ്യപ്പെട്ട യുറേനിയം, ഏതാണ്ട് 408 കിലോ യുറേനിയം ഇറാന്റെ പക്കലുണ്ടെന്നാണ് IAEA സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. അമേരിക്കയുടെ കൃത്യമായിട്ടുള്ള ടാർഗറ്റ് അത് ഇറാനിലേക്ക് തിരിയുന്നതായിട്ടാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. GHF എന്ന് പറഞ്ഞ ഇസ്രായേലിന്റെ അമേരിക്കയുമായിട്ട് ചേർന്നുള്ള പ്രൈവറ്റ് ഏജൻസി നടത്തുന്ന ചാരിറ്റി വർക്കിൽ ഏതാണ്ട് 3.8 മില്യൺ ഇന്ന് മാത്രം മീൽസ് സപ്ലൈ നടന്നിട്ടുണ്ട് ഗാസയ്ക്കുള്ളിൽ. ഈ ഒരു സാഹചര്യത്തിൽ തകൃതിയായിട്ട് തന്നെ ഗാസയ്ക്കുള്ളിൽ ഇസ്രായേൽ ഈ ഒരു എയ്ഡ് പ്രവർത്തനങ്ങളൊക്കെ വളരെ സക്സസ്ഫുള്ളി കണ്ടക്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്താണ്
അമേരിക്ക ഇങ്ങനെ ഒരു സീസ് ഫയർ പ്രപ്പോസൽ എന്നുള്ള രീതിയിൽ അതിന് തടയിടാൻ വേണ്ടിയിട്ട് മുന്നോട്ടിറങ്ങി വന്നിരിക്കുന്നത്. കാരണം ഹമാസിന് ഗാസ കൈവിട്ടു പോകുന്നു എന്നുള്ളത് വളരെ ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇതേ സ്ഥിതി ഒരാഴ്ച കൂടി അങ്ങ് മുന്നോട്ട് നീങ്ങി പോവുകയാണെന്നുണ്ടെങ്കിൽ ഹമാസ് എന്ന് പറഞ്ഞത് വട്ടപൂജ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ, കുറച്ചുകൂടെ ദയനീയ അവസ്ഥയിലേക്ക് ഹമാസ് തള്ളപ്പെടും. ഗാസയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഈ ഒരു എയ്ഡ് സർവീസിന്റെ ഭാഗമായിട്ട് മാറുകയും അവർ തീർച്ചയായിട്ടും ഇസ്രായേലിന്റെ ഈ ഒരു GHF എന്ന് പറഞ്ഞ ആ സംഘടന കൊടുക്കുന്ന ആ ഒരു എയ്ഡ് കൈപ്പറ്റിക്കൊണ്ട് ആ ഒരു രീതിയിലേക്ക് മാറി താമസിക്കുന്ന ഒരു സാഹചര്യം അവിടെ രൂപപ്പെട്ടു വരും. അങ്ങനെ രൂപപ്പെടുന്നതോടുകൂടി ഇസ്രായേൽ പറയുന്ന സ്ഥലത്തേക്ക്, അതായത് ഈ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് താല്പര്യമില്ലാത്ത ജനങ്ങൾ മാറി വന്ന് അവിടെ പീസ്ഫുൾ ആയിട്ട് താമസിക്കാൻ തുടങ്ങും. കഴിഞ്ഞാൽ ഇങ്ങനെ താമസിക്കുന്നതോടുകൂടി മെജോറിറ്റി ജനങ്ങൾ ഈ ഒരു എയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് എവിടെയാണോ എയ്ഡ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത് ആ ഭാഗത്തേക്ക് വന്ന് താമസിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നതോടുകൂടി ഹമാസിന്റെ സപ്പോർട്ട് തീർച്ചയായിട്ടും അവിടെ കുറയും എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. അതിനാണ് ഇപ്പോൾ അമേരിക്ക ഒരു വിലങ്ങ് തടിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും അമേരിക്ക തീവ്രവാദം നശിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ഡൗട്ട്ഫുൾ ആയിട്ട് നോക്കിക്കാണേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പം രൂപപ്പെട്ടു വരുന്നത്. ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞാൽ ഏത് വിധേനയും ഒരു ബിസിനസ് മെന്റാലിറ്റിയോടുകൂടി, കച്ചവട താല്പര്യത്തോടുകൂടി ഏതാണ്ട് ഓരോ മണിക്കൂറിലും വ്യത്യസ്തമായ സ്റ്റേറ്റ്മെന്റുകൾ പുറപ്പെടുവിച്ചുകൊണ്ട് ഒരു രീതിയിലും അടിയുറച്ച തീരുമാനമില്ലാണ്ട് പല കളങ്ങളിലായിട്ട് ഇങ്ങനെ ചാടിക്കളിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കിപ്പം കാണാൻ കഴിയുന്നത്. ഇസ്രായേലിൻ്റെ ഉള്ളിൽ കുറച്ച് എക്സ്പെൻഡിച്ചർ വർദ്ധിക്കുന്നുണ്ട്. അതായത് ഒരു എയ്ഡ് സപ്ലൈ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ ഗവൺമെൻറ്റിൽ നിന്ന് ചെറിയ തോതിലെങ്കിലും ഒരു ഫണ്ട് ഈ ഒരു ഗാസയ്ക്ക് എയ്ഡ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നീക്കിയിരിപ്പ് നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിനെ ചൊല്ലി ഇസ്രായേലിൻ്റെ ഉള്ളിൽ തർക്കം. ഈ ഗാസയ്ക്ക് ഇങ്ങനെ അനാവശ്യമായ രീതിയിൽ ഇസ്രായേലിൻ്റെ ഫണ്ട് ചെലവാക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ഒരു കൂട്ടർ ഇസ്രായേലിൻ്റെ ഉള്ളിൽ തന്നെ ഗവൺമെൻറ് ഒഫീഷ്യൽസാണ് ഇതിനെതിരെ വന്നിരിക്കുന്നത്. അതായത് ഇങ്ങനെ നമ്മളുടെ ഫണ്ട് മുടക്കിക്കൊണ്ട് അവിടെ എയ്ഡ് കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് അവർ പറയുന്നത്. അവർ പറയുന്നതിൽ കാര്യമുണ്ട്, അത് വേറെ വിഷയം. പക്ഷേ ഇസ്രായേലിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ശരിക്കും ഇതൊരു സ്ട്രാറ്റജിയുടെ കൂടി ഭാഗമാണ് ഈ ഒരു എയ്ഡ് ഇസ്രായേൽ ഏറ്റെടുക്കുന്നത്. അപ്പോൾ അതിനെ മിലിറ്ററി ഫണ്ടിങ്ങിൽ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാമെന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട തർക്കം അവിടെ നടക്കുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ ഫണ്ടിനെ ചൊല്ലി തന്നെയാണ് തർക്കം. ഹമാസ് ഇസ്രായേലിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന അറബ് മുസ്ലിംസിനെ വെച്ചുകൊണ്ട് ഇവർ ഈ ഒരു എയ്ഡ് എങ്ങനെയും തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതായിട്ടാണ് ഒരു സൈഡിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. കൊടുക്കുന്ന എയ്ഡ്, ഇസ്രായേൽ ഗാസയ്ക്കുള്ളിൽ കൊടുക്കുന്ന എയ്ഡ് ഏത് വിധേനയും തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് ഹമാസ് കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. ആ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇസ്രായേലിന്റെ ഉള്ളിൽ തന്നെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ, അതായത് ഈ പ്രൊട്ടസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, ബന്ദിമോചനം എന്ന് പറഞ്ഞ പ്രൊട്ടസ്റ്റ് ഒക്കെ നടക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ആൾക്കാരെയൊക്കെ ഇസ്രായേൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുകയാണ്. ഇതേ രീതിയിൽ ഇതേ പാറ്റേണിൽ ഒരു ഇഷ്യൂ ഈ ഒരു എയ്ഡ് സപ്ലൈയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബഡ്ജറ്റ് രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളതാണ് വാർത്ത. 2,50,000 ആൾക്കാരെ ജബാലിയ ഭാഗത്ത് നിന്ന് ഇസ്രായേൽ ഇവാക്യുവേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ആൾക്കാരെ ഇപ്പൊ ഏതാണ്ട് 2,50,000 ആൾക്കാർ ഗാസയിൽ നിന്ന് ഇപ്പൊ കാണാതായിട്ടുണ്ട് എന്നുള്ളതും കൂടിയാണ് വാർത്ത. ഈ വാർത്ത പറയുന്നത് വെച്ചാൽ ഇസ്രായേൽ ഇവരെ ഇവാക്യുവേറ്റ് ചെയ്ത് ഇവർക്ക് ഫ്രീ ആയിട്ടുള്ള എക്സിറ്റ് അനുവദിച്ചു കൊടുത്തു. 2,50,000 ആൾക്കാർ ഗാസ വിട്ട് ഒഴിഞ്ഞു എന്നാണ് ഈ വാർത്ത. അതായത് ഈ പ്രത്യേകിച്ചും ഈ ഒരു ജബാലിയ ഭാഗം എന്ന് പറയുന്നത് ഈ കോൺഫ്ലിക്റ്റുകളുടെ ഒരു മധ്യമേഖലയാണ്. ശരിക്കും പറഞ്ഞാൽ കോൺഫ്ലിക്റ്റുകൾ നടക്കുന്ന പ്രധാനപ്പെട്ട ലൊക്കേഷനായിട്ടിരുന്നതാണ് ഈ ഒരു ജബാലിയ. അപ്പോൾ ഈ ഒരു ജബാലിയ ഭാഗത്തു നിന്നുള്ള ആൾക്കാരെ ഏതാണ്ട് 2,50,000 ആൾക്കാരെ ഇസ്രായേൽ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് ഒഴിപ്പിച്ച് വിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വാർത്തകൾ വരുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ 2,50,000 ആൾക്കാർ അവിടെ നിന്ന് റീലൊക്കേറ്റ് ചെയ്തു, ഗാസ വിട്ട് ഒഴിഞ്ഞു പോയി എന്നാണ് വാർത്ത. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരീകരിച്ച വാർത്തകൾ വന്നിട്ടില്ല. ഇത് പ്രാഥമിക ഘട്ടത്തിൽ വരുന്ന വാർത്തയാണ്. ഇതിനെക്കുറിച്ചുള്ള ഫർദർ ഡീറ്റെയിൽസ് നമുക്ക് വാർത്തകൾ കിട്ടുന്ന മുറയ്ക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.